ഹലോ ഗൈസ്, എല്ലാവർക്കും ഗെറ്റ് റെഡി വിത്ത് മീ പോസ്റ്റ്മോർട്ടം എഡിഷനിലേക്ക് സ്വാഗതം. സ്വന്തമായിട്ടൊരു കുഞ്ഞാവനെ കിട്ടിയപ്പോൾ ഫ്രീ ആയി കിട്ടിയതാണ് കേട്ടോ ഈ ഹെയർ ഫോള്, പിന്നെ കണ്ണിനടിയിലുള്ള പാടുകൾ, ലിപ് പിഗ്മെൻറ്റേഷൻ, പിന്നെ ഈ സ്കിൻ ഡാർക്കനിങ് ഒക്കെ. ആദ്യമൊക്കെ എനിക്ക് ഷോർട്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ദിസ് ഇസ് പാർട്ട് ഓഫ് ദി ഗെയിം. അല്ല, പിന്നെ ഈ ലിപ്സിലെ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ലിപ് ബാമോ അല്ലെങ്കിൽ ലിപ് മാസ്കോ യൂസ് ചെയ്താൽ മതി കേട്ടോ. പുറത്തെങ്ങനും പോകാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മോയ്സ്ചറൈസർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതും അലോവേറ ജെല്ലാണ് എടുക്കുന്നത്, ഓർഗാനിക് ആണ്. പിന്നെ ഈ കണ്ണിനടിയിലുള്ള പാടുകളുണ്ടല്ലോ, അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കൺസീലർ മാത്രം മതി കേട്ടോ. അതിന് വേണ്ടിയിട്ട് പാതിരാത്രി ഉറക്കമൊഴിച്ചിരുന്ന് കരയാനോ അല്ലെങ്കിൽ പഴയ ഫോട്ടോ നോക്കി വിതുമ്പാനോ ഒന്നും നിൽക്കണ്ട. നല്ലൊരു ബ്രാൻഡിൻ്റെ കൺസീലർ അങ്ങ് കണ്ടുപിടിക്കുക, സ്കിന്നിന് മാച്ച് ആവുണ്ടോ നോക്കുക, അങ്ങ് അപ്ലൈ ചെയ്യുക. വെളുത്ത് പാറ എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഫേസിന് ഒരു അൺഈവൻ ടോൺ കിട്ടും. ആ സൈഡും ഈ സൈഡും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മുടെ ഫേസ് നല്ല ഡള്ളായിരിക്കും, പിന്നെ റെസ്റ്റ്ലെസ് ഒക്കെ ആയിട്ട് തോന്നും. ആ സമയത്ത് ഒരു ഫ്രഷ് ലുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്തായാലും ഐ മേക്കപ്പ് വേണം. ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ ഈ ഒരു പാക്കറ്റാണ് എടുക്കുന്നത്. അതിൽ നമുക്ക് ഐബ്രോസും സെറ്റ് ചെയ്യാൻ പറ്റും, കണ്ണെഴുതാനും പറ്റും. ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മളെ തന്നെ കാണുമ്പോൾ ആഹാ ചുന്തിരിയായില്ലോ, ആ ഒരു ഫീല് വരും. ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോമ്പാക്റ്റ് അല്ല യൂസ് ചെയ്യുന്ന, ബ്ലോട്ടറാണ്. എൻ്റെ ഓയിലി സ്കിന്നാണ്. ഓയിൽ അബ്സോർബ് ചെയ്യാനായിട്ട് കോമ്പാക്റ്റിനേക്കാളും ബെസ്റ്റ് ഈ ബ്ലോട്ടർ തന്നെയാണ്. പിന്നെ ഈ സർക്കിൾസ് ഒന്നും മാറ്റണമല്ലോ, നമ്മുടെ ഡാർക്ക് സർക്കിൾസ്, അതിന് ചെറുതായിട്ട് ഐ ഷാഡോ ഇടുന്നുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ലൈനർ എടുത്ത് ഒരു വിങ് അങ്ങ് വരച്ചു കൊടുക്കാം. അതായത് നമുക്ക് നമ്മളെ തന്നെ സുന്ദരിയായിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും ഒരു കംഫർട്ടബിളും ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറൊന്നിനും കിട്ടില്ലടോ. പിന്നെ ഞാൻ ഈ വെള്ള ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ, മാക്കിൻ്റെ പ്രൊഡക്റ്റാണ്. ഒരു ചേഞ്ച് ആർക്കും ഇഷ്ടമല്ലാത്തത്. പിന്നെ ഇതാ ഈ മസ്കാര റോൺസൈല എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. അങ്ങനെ തന്നെയാണ് വായിക്കുക എന്ന് തോന്നുന്നു, പക്ഷേ ഇത് സൂപ്പറാണ്. പിന്നെ എവർ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്നവരോട്. ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ദി ഗെയിമാണ്, നമ്മളത് ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കണ്ട. ഞാനൊന്നും പറയട്ടെ, നമുക്ക് വേണമെങ്കിൽ ചാല മാർക്കറ്റിലേക്കും പോവാം, ചന്ദറിലേക്കും പോവാം. രണ്ടും രണ്ട് ഇമേജാണ് നമുക്ക് തരിക. നമ്മൾ കൂടുതൽ വലിയ പ്രോസസ്സ് എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ട്രെയിൻ ഉണ്ടാവും. അത്ര അങ്ങ് വിചാരിച്ചാൽ മതിയടോ. ഇത് കഴിഞ്ഞൊരു പീരീഡ് ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ഇപ്പം മിസ് ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നാണെങ്കിലും എത്തി നിൽക്കുന്നത് ഇവിടേക്കാണ്, അത്രയേ ഉള്ളൂ. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളെ ഹാപ്പി ആവുമ്പോൾ നമ്മുടെ കുഞ്ഞും ഹാപ്പിയാവും, നമ്മുടെ ഫാമിലിയും ഹാപ്പിയാവും. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.